2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എടുക്കുമ്പോൾ CAA വിജ്ഞാപനം പുറപ്പെടുവിച്ച് മൊത്തത്തിൽ ഒരു ധ്രുവീകരണത്തിന് BJP ശ്രമിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്തുക എന്ന ലക്ഷ്യമാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ CAA നടപ്പാക്കുമെന്ന അമിത്ഷായുടെ പ്രഖ്യാപനം മാസങ്ങൾക്ക് മുമ്പ് വന്നതിന് പിന്നിലും അത് പ്രാവർത്തികമാക്കിയതിനു പിന്നിലും. പക്ഷേ ഇന്നലെ പെട്ടെന്നുള്ള CAA പ്രഖ്യാപനം സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ ഇലക്ട്രൽ ബോണ്ടിലെ തിരിച്ചടി മറച്ചുവെക്കാനുള്ള കേന്ദ്രത്തിന്റെ വ്യഗ്രത കൂടിയാണെന്ന ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. ഇലക്ട്രൽ ബോണ്ടിൽ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ മടിച്ച SBIയെ സുപ്രീം കോടതി നിലം തൊടിയിക്കാതെ വിമർശിക്കുകയും ഒരു ദിവസത്തിനുള്ളിൽ കോടതി മുമ്പാകെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച സംഭാവനയുടെ വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്ന് താക്കീത് ചെയ്യുകയും ചെയ്ത അവസരത്തിലാണ് CAA പ്രഖ്യാപനം എത്തിയത്. ഇലക്ട്രൽ ബോണ്ട് എന്ന മോദി സർക്കാർ കൊണ്ടുവന്ന കൊടുക്കുന്നവന്റെയും വാങ്ങുന്നവന്റെയും വിവരം വെളിപ്പെടുത്തേണ്ടെന്ന രീതിയിലുള്ള സംഭാവന സുപ്രീം കോടതി നടപ്പില്ലെന്ന് പറഞ്ഞപ്പോൾ ആടിയുലഞ്ഞത് BJP ആണ്. കാരണം 2018 മുതൽ 2022 വരെ 5271 കോടി രൂപയാണ് ഈ വകയിൽ BJP അക്കൗണ്ടിലെത്തിയത്.